ഹായ് ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്. ഹായ് ബബ്ലു. അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം കേട്ടാ. ഞങ്ങൾ ഇന്ന് നമ്മുടെ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ കാലംകൊട്ട് ബീച്ചിന്റെ അടുത്താണ്. നമ്മളിപ്പോ ആന്റിയുടെ ഗസ്റ്റ് ഹൗസിലാണ്, പുറത്താണ് നിൽക്കുന്നത്. ഗസ്റ്റ് ഹൗസിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി പോവാണ്. എങ്ങോട്ടാ നമ്മള് പോകുന്നത്? ബഗാ ബീച്ചിലേക്ക് പോകും. ഇതിന്റെ അങ്ങോട്ട് മുമ്പേ ബഗാ ബീച്ച് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ബഗാ ബീച്ചില് പോയിട്ടാണ് ഇനി അടുത്ത കാലംകൊട്ട് ബീച്ചിൽ പോകുന്നത്. അപ്പൊ ഇവിടെ തന്നെ 2-3 ബീച്ചൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ബീച്ചിലെ കാഴ്ചകളൊക്കെ ബഗാ ബീച്ചിലെ വിശേഷങ്ങളുമായിട്ട് വരാം അല്ലേ? അന്നേരം നമുക്ക് ബഗാ ബീച്ചിലെ റൂട്ടിലെ കാഴ്ചകൾ കാണാം. ഓക്കെ. ഭയങ്കര തിരക്കായിരിക്കും കേട്ടാ. ഓ, അങ്ങനെ നമ്മള് ബഗാ ബീച്ചിലേക്ക് പോവാണ്. നമ്മള് ഇവിടുന്ന് ഇറങ്ങിയേട്ടാ. ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര ബ്ലോക്കായിരിക്കും അങ്ങോട്ട്. തിരക്കാണ്. ഇവിടെ നമ്മള് ഇന്ത്യൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻസ് എന്താ ടൂറിസ്റ്റ്? ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ആണ് വരുന്നത്, ഫോറിനേഴ്സ് അല്ല സാധാരണ. ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വരുന്നെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ മുമ്പൊക്കെ ഫോറിനേഴ്സ് ആയിരുന്നു, ഇപ്പൊ അതല്ല കേട്ടാ. ഇങ്ങോട്ട് പോകുന്നതാണ് കാലംകൊട്ട് ബീച്ച്. അങ്ങോട്ട് പോകാതെ നേരെ ഇങ്ങോട്ട് പോകാം. ഇതാണ് ബഗാ ബീച്ചിലേക്ക് പോകുന്ന വഴി. കേറാം കേട്ടാ കുറച്ച് കഴിയുമ്പോ വരുമ്പോ. നമ്മുടെ ബഗാ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാലംകൊട്ട് ബീച്ചിന്റെ അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് സാറേ? 3 കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ ബഗാ ബീച്ചിലെത്തും. ഭയങ്കര കാഴ്ചയാണ് കേട്ടോ പോകുന്ന വഴിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് നോക്കി. ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചാണ് ഇതൊക്കെ. ഭയങ്കര ടൂറിസ്റ്റ് അല്ലേ ഇവിടെ? അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ? ഇത് തിരക്കായിരിക്കും, ഇപ്പോഴും ഇവിടെ തിരക്കായിരിക്കും. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ദം ബിരിയാണി ഇവിടെ അടുത്തുണ്ട് കേട്ടോ, ചെമ്പിരിക്കുന്നുണ്ടോ? തിരക്കുള്ളൊരു ബീച്ചാണ്, എപ്പോഴും നടക്കുന്നതാ. മഴയത്ത് ഭയങ്കര പ്രശ്നമാണല്ലേ, വെള്ളം അങ്ങോട്ട് കടലങ്ങ് കേറി വരും. എന്നാലും ഒക്കെ വരും കേട്ടോ, ആരെങ്കിലും ഒക്കെ വരും മഴയായാലും. ഗോവന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും ഒരു ഹരമല്ലേ, ഹരം. ഈ ഹരം വരാനുള്ള കാരണം അറിയാം ഗോവയിൽ? ഒരു ഗോവ നമ്മുടെ നാട്ടിലെ പോലെ വീടൊന്നും അല്ല കേട്ടോ. ഇവിടെ അധികം നല്ല ഭയങ്കര പെയിന്റ് ഒക്കെ അടിച്ചൊക്കെ നമ്മുടെ നാട്ടിലെ വീടുകളൊക്കെ ഇരിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഏറ്റവും കൂടുതൽ പൈസ ഇതാകുന്നത് പെയിന്റിനാണ്. നമ്മുടെ നാട്ടിൽ വീട് പോലെ ഏറ്റവും കൂടുതൽ പൈസ പെയിന്റ്. ബ്രിട്ടോസ് എത്തിയല്ലേ? തിരക്കണ്ടപ്പോഴേ തോന്നി എത്തിയാണ്. കുഞ്ഞു വീടൊക്കെ എപ്പോഴും കണ്ടോ താമസിക്കുന്നത്. ഇതൊക്കെ അവര് കൊടുത്തു കഴിഞ്ഞാൽ കോടികൾ കിട്ടും, പക്ഷെ അവരും എന്നിട്ട് അത് ആ ഒരു രീതിയിൽ അവര് അല്ല കോടിക്കണക്കിന് സ്ക്വയർ ഫീറ്റ് പറ്റുന്ന ഉള്ള രീതിയിലാണ് അവര് ജീവിക്കുന്നത്. ഒരു സ്ക്വയർ ഫീറ്റിന് തന്നെ 25,000 എത്രണ്ടാന്നാ പറയുന്നത്. അത് അവിടെ ഇവിടെ അത്രയും പോലും കിട്ടത്തില്ല. അത് നമ്മള് അറപ്പോൾ ബീച്ചിന്റെ സൈഡിലെ കാര്യം പറഞ്ഞേട്ടോ. അവിടെ ചോദിച്ചപ്പോ അങ്ങനെ ഇവിടെ നമ്മുടെ നാട്ടിൽ 5 സെന്റ് സ്ഥലം മേടിക്കുന്ന എത്രയോ കോടിയുണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് ആയിപ്പോലെ എല്ലാ വീടിന്റെ വാക്കിൽ ഇതുപോലെ കുറെ ഷോപ്പുകൾ കാണാം. അവരുടെ ബിസിനസ് മാർഗം തന്നെ ഇതാണ്. ഭയങ്കര ബ്ലോക്ക്.
എവിടെ നോക്കിയാലും കാഷ്യൂനറ്റ് കാണാൻ കണ്ടാ. കൊളസ്ട്രോൾ കൂടാനുള്ള ഏറ്റവും വലിയ സാധനം. കഴിഞ്ഞ പ്രാവശ്യം ഗോവയിൽ പോയിട്ട് ഇത് വാങ്ങിച്ചത് 2 പാക്കറ്റ്. തോടുള്ള വാങ്ങിച്ചത്, തൊലിയുള്ള നല്ല ടേസ്റ്റ്. നമ്മൾ ചുട്ട പോലെ ഇരിക്കും. അത് നമ്മൾ അടുപ്പിലിട്ടിട്ട് പാത്രത്തിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഫ്രൈ പാൻ്റെ അകത്ത് ചൂടാക്കി എടുക്കുവേ, പൊരിച്ച്. അപ്പൊ എന്നിട്ട് തൊലി ഇങ്ങനെ വെക്കുമ്പോ നമ്മുടെ ചുട്ട കശുവണ്ടി പണ്ട് കഴിക്കത്തെ അതേ ടേസ്റ്റ്, അതേപോലെ തന്നെ. അത് നല്ല ഒറിജിനൽ കശുവണ്ടി ക്വാളിറ്റിയാണ്. അപ്പൊ അങ്ങനെ ഒരു കശുവണ്ടി ഇങ്ങനെ ചെയ്തതിന്റെ അടിപൊളി. അതിനുശേഷം ഞങ്ങളൊരു കഴി തുടങ്ങി. അപ്പം നമ്മളതൊന്നും ചിന്തിച്ചില്ല. താഴത്ത് വരെ കഴിച്ചു. ഇതാണ് പാർക്കിംഗ് കേട്ടോ. ഇതാണ് പാർക്കിംഗ് കേട്ടാ. എല്ലാരും ബീച്ചിലോട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ബഗാ ബീച്ച്. ഇതാ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. ബഗാ ബീച്ച് പൊളിയാണ് കേട്ടോ. ഭയ്യ ഇതിന് 50 രൂപ കൊടുക്കണം കേട്ടോ. ഫീസാണ് പാർക്കിംഗ്. 50 രൂപ കൊടുക്കാതെ വണ്ടി അകത്തോട്ട് വിടത്തില്ല കേട്ടോ. 50 രൂപ കൊടുക്കാതെ അതിന്റെ അകത്ത് വിടത്തില്ല. താങ്ക് യു ഭയ്യ. ഇതുണ്ടോ? ഓക്കെ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ അവസാനം 2 പേർക്ക് ഹൈ കൊളസ്ട്രോൾ. കയ്യനക്കാൻ വയ്യ, മുതുകഴിക്കല്, നെഞ്ചുവേദന. അങ്ങനെ കൊണ്ട് ചെക്ക് ചെയ്തപ്പോഴാണ് ഹൈ കൊളസ്ട്രോളോ. അങ്ങനെ നമുക്ക് പിന്നെ മരുന്നൊക്കെ കഴിക്കേണ്ടി വന്നു 3 മാസം. അതോടുകൂടി പേടിയാണ്. അപ്പൊ വായിക്കാതിരിക്കുന്ന ഇച്ചിരിയൊക്കെ നമ്മൾ കഴിക്കത്തുള്ളൂ. ചിരിച്ച വെച്ച് വല്ലപ്പോഴും കഴിക്കാം. ഇവിടെ വരുമ്പോഴും ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റത്തുള്ളല്ലോ. നമ്മുടെ കേരള വണ്ടി ഗോവയില് നമ്മളിവിടെ നിർത്തിയേക്കുവാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മുടെ ബഗാ ബീച്ചാണിത് കേട്ടോ. ബഗാ ബീച്ചിന്റെ മെയിൻ എൻട്രൻസിൽ കൂടെ അല്ല ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റാതായത്. അപ്പൊ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഉറപ്പായിട്ടും എൻട്രൻസിൽ കൂടെ ആയിരിക്കും പോകുന്നത്. അപ്പൊ അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ട്രാവൽ ചെയ്ത് നമ്മള് കേരളത്തിൽ നിന്ന് ഗോവ വരെ വണ്ടി ഓടിച്ചൊക്കെ വന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അങ്ങനെ നമ്മളിതേ ബീച്ചിന്റെ സൈഡിലോട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പബ്ലിഷ് ചെയ്യിക്കുന്നുണ്ടോ? 50 രൂപയ്ക്ക് ചെയ്യാം. വേണമെങ്കിൽ ചെയ്തോടി. മസാജ് ഒക്കെ ചെയ്തിരിക്കുക, കിടക്കുന്ന നോക്കിയാൽ 80 രൂപയ്ക്ക് 2 സൈഡും. അങ്ങനെ ഞാൻ ഹെയർ ബ്രീഡിങ് ചെയ്യുവാണ് കേട്ടോ. മുമ്പ് ഗോവയിൽ വന്നപ്പോഴും ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ ചെയ്യണമെന്ന് എന്തായാലും ഇല്ലായിരുന്നു. കാരണം ഒരുപാട് ബീച്ചുകളിലൊക്കെ നമ്മൾ പോയിട്ടാണ് ഈ ബീച്ച് വന്നത്. അപ്പൊ അപ്പോഴൊക്കെ ഒരുപാട് പേര് ഇതുപോലെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അന്നേരം ഒന്നും ചെയ്തില്ല. നിങ്ങൾക്ക് എന്റെ വീഡിയോയിലൊക്കെ കാണാൻ പറ്റി ഇതുപോലെ കുറെ പേര് പുറകെ വരുന്നത്. ഈ കൊച്ചിന്റെ നിഷ്കളങ്കമായ സംസാരത്തില് എന്തോ അറിയാതെ അങ്ങ് വീണു പോയതാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷയില്ല ഇപ്പൊ ഇത് ചെയ്യുമെന്നും. അങ്ങനെ 80 രൂപ പറഞ്ഞാലും ഈ പാവത്തിന് 100 രൂപ തന്നെ കൊടുക്കും. അതല്ലേ അതിൻ്റെതായ ഒരു ശരി. എങ്ങനെയുണ്ട്? കൊള്ളാവാ? നിങ്ങൾ പറ, ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന്. നല്ല രസമുണ്ട്. ഗോവയിലെ ഏറ്റവും മികച്ച ബീച്ചുകളിൽ ഒന്നാണ് കേട്ടോ ഈ ബഗാ ബീച്ച്. ഇവിടെ വാട്ടർ സ്പോർട്സും മികച്ച ഡൈനിങ് റെസ്റ്റോറന്റുകളും ബാറുകളും ക്ലബ്ബുകളും എല്ലാം ഉണ്ട് കേട്ടോ. വടക്കൻ ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ബഗാ ബീച്ച് കാലങ്കോട്ട് ബീച്ച്, അഞ്ചുല ബീച്ചിനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ബീച്ചാണ്. പിന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച നൈറ്റ് ലൈഫാണ്. പ്രശസ്തമായ ടിറ്റോസ് ലൈനും മികച്ച ചില ബാറുകളും ക്ലബ്ബുകളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ബഗാ ബീച്ചിൽ ഒരു സവിശേഷ ആകർഷണം ഒരു ഇൻഡോർ സ്നോ പാർക്കാണ്. അതിലൊരു കളിസ്ഥലവും ഡൈനിങ് ഏരിയയും ഐസ് ബാറും ഒക്കെ ഉണ്ട്.
പിന്നെ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ബഗാ റോഡിൽ ഒരു ടിബറ്റൻ മാർക്കറ്റും ഉണ്ട്. പ്രകൃതി സ്നേഹികളുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ബഗാ ബജ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. പിന്നെ ദമ്പതികൾക്ക് ബീച്ചിന്റെ ഒരു വശത്ത് ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ അത്താഴം ആസ്വദിക്കാം. അതാണ് ഈ ബീച്ചിന്റെ പ്രത്യേകത. പിന്നെ നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ഓൺ ദ ബീച്ചിലൊന്നും ഹട്ടും കോട്ടേജും ഒന്നുമില്ല, റിസോർട്ടും ഒന്നുമില്ല, കുറച്ചങ്ങോട്ട് മാറിയാണ്. അപ്പൊ ചിലർക്കൊക്കെ ബീച്ചിന്റെ ഓൺ ദ ബീച്ചിൽ തന്നെ ഇങ്ങനെ താമസിക്കണമെന്നൊക്കെ ഉള്ളവരുണ്ടല്ലോ, ഹട്ടി താമസിക്കുന്നൊക്കെ ഇഷ്ടപ്പെടുന്നവര്, കോട്ടേജിലൊക്കെ താമസിക്കണം. പക്ഷെ അവർക്ക് ഇത് പറ്റത്തില്ല. പിന്നെ ദൂരെ താമസിച്ചിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോകാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ ബീച്ച് തിരഞ്ഞെടുക്കുകയും ചെയ്യും. എന്തായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് പിന്നെ ഈ വാട്ടർ സ്പോർട്സ് ഇതിനെ ഉൾക്കൊണ്ട് തന്നെയാണ്. കാരണം നമുക്ക് ഇവിടെ വരുമ്പോ കാണാൻ പറ്റും അതിൻ്റെ അകത്ത് ഇടിയാണ് കയറാൻ വേണ്ടി. ചിലതൊക്കെ സേഫ് ഒന്നും അല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടാണ്. അപ്പൊ നിങ്ങൾ അതിലൊക്കെ കയറുമ്പോ ശ്രദ്ധിക്കുക. ഞാൻ ഇതിലൊന്നും കയറിയിട്ടില്ല, എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പാട് കയറിയേക്കുന്നത് ഹൗസ് ബോട്ടിലൊക്കെയാണ് നാട്ടില്. ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നതല്ലാതെ വെള്ളത്തിൽ കയറിയുള്ള ഒരു പരിപാടിക്കും ഞാനില്ല. കൂടുതൽ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. അങ്ങോട്ടാണ് കൂടുതൽ. അങ്ങോട്ടൊക്കെ എന്ത് തിരക്കാണ് നോക്കി, അങ്ങോട്ടൊന്ന് പോവാം. നമ്മൾ ആ കാണുന്നതാണ് കല്ലംകോട്ട് ബീച്ച്. അതാണോ? ആ, കല്ലംകോട്ട് ബീച്ച്. കാലങ്കോട്ട് വെച്ച് ഇവിടെ ഫോറിനർ കുറവാണല്ലേ. 3-4 വരെ കണ്ടിട്ടുള്ളൂ ഞാൻ അവിടം വരെ പോയിട്ട്. വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കുന്നു, ക്യാമറ ഒക്കെ എടുത്തു കൊടുക്കുന്നു. കുഴിയിൽ വീഴരുതേ നേരെ. ഒരു പൊളി സ്ഥലമാണല്ലേ. അതെ. എന്നിട്ട് നമ്മള് ബഗാ ബീച്ചിലേക്ക് കാഴ്ച കണ്ട് നല്ല സൂപ്പർ കാഴ്ചയാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള ബീച്ചാണ്. ഭയങ്കര തിരക്കാണ്. ഇത്ര ബീച്ചിൽ പോയെന്നറിയും, ഇത്രയും തിരക്ക് കണ്ടേ. ഇതുപോലെ ആയിരിക്കും കാലംകോട്ട് ചെല്ലുമ്പോഴും കേട്ടോ. കാലംകോട്ടും ഭയങ്കരമായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ശശിയിലെ തിരക്ക് ആളാ വരുന്ന നോക്കി എവിടുന്നൊക്കെ ഭയങ്കര ആളാണ്. ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും ഇന്ത്യൻസ് ആയിട്ട് ഇതിലേ പോകാൻ പോണോ? വെള്ളം വേണേ. ഇതിലേ വാ. അതിലേ പോ. നേരെ നേരെ ക്യാമറ പിടിച്ചാരി. അങ്ങനെതാ ഒരു കടമ്പ ചാടി ഇവിടെ എത്തിയേക്കാണ് കേട്ടോ. കടല് കയറി വരുമ്പോ ഇതാണ് ഇവിടത്തേക്ക് അവസ്ഥ. ഇങ്ങി വരെ കയറി വരും ആ ഭാഗം വരെ. അപ്പം കുറച്ച് കഴിയുമ്പോ അതേപോലെ തന്നെ തിരിച്ചു പോവും. അപ്പൊ കുറെ നേരത്തേക്ക് ഇതുപോലെ വെള്ളമൊക്കെ കാണും കേട്ടോ. അപ്പൊ ഇച്ചിരി പാടാണ്. പിന്നെ എല്ലാരും കടലിൽ നീന്താൻ വേണ്ടി വരുന്നതല്ലേ, അപ്പൊ ഇതൊന്നും വലിയ പ്രശ്നമില്ല.
ഞങ്ങള് അങ്ങോട്ട് പോയത് ബഗാ ബീച്ചിന്റെ മെയിൻ എൻട്രൻസിൽ കൂടെ അല്ല, ഞാൻ പറഞ്ഞല്ലോ റൈറ്റ് സൈഡിൽ കൂടെ ഇറങ്ങിയാണ് പോയത്. അത് കാരണം എൻട്രൻസ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. തിരിച്ചു വരുന്നത് എൻട്രൻസിൽ കൂടെ ആണ്. ഇതാ കാണുന്നുണ്ട, കുറെ കാണുന്നുണ്ട്. അത് നല്ല ഒരു അടിപൊളി റെസ്റ്റോറന്റ് ആണ്. അവിടെ നല്ല അടിപൊളി ഫ്രഷ് ഫിഷൊക്കെ നമുക്ക് കാണിച്ചു തരും. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന രീതി കുക്ക് ചെയ്തൊക്കെ തരും കേട്ടോ. നല്ലൊരു റെസ്റ്റോറന്റ് ആണ്. നിങ്ങൾ വരുവാണെങ്കിൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കുക. ഫിഷൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ കയറി വാങ്ങിച്ചാൽ മതി കേട്ടോ. അങ്ങനെ അതാ ഇവിടെ പിന്നെ ഷോപ്പിങ്ങിന് പറ്റിയ ഒരുപാട് ഏരിയ ഉണ്ട്, ഒരുപാട് ഷോപ്പുകളുണ്ട്. എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ടാറ്റു ചെയ്യേണ്ടവർക്ക് ടാറ്റു ചെയ്യാം. പിന്നെ കുറെ ബാറുകളും ക്ലബുകളും ഒക്കെ ഇവിടെയൊക്കെ ഉണ്ട്. ഇത് കണ്ട, ഇതാണ് മെയിൻ എൻട്രൻസിലെ കാഴ്ചകള്. നല്ല രസമല്ലേ? ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. പൈനാപ്പിൾ മേടിക്കണം. ഇപ്പൊ മേടിക്കാം. അങ്ങോട്ട് പോയപ്പോഴും ഓർത്തതാണ് കേട്ടോ. ഇതുപോലുള്ള ഉപ്പിലിട്ടതും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് നമുക്ക് മുളകോ ഉപ്പൊക്കെ ഇട്ട് തരും. അത് നമ്മൾ പറയുന്ന രീതിയിൽ തരും കേട്ടോ. ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കണമെന്ന്, പക്ഷെ അതിലേക്കൂടെ പോയതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റിയില്ല. ഇതൊക്കെ ഒരു ഹരവല്ലേ, കുറച്ച് മസാലയൊക്കെ ഇട്ട് വിതറി ഉപ്പൊക്കെ ഇട്ട് തരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മുടെ വീട്ടിലൊക്കെ എത്ര ഫ്രൂട്ട്സ് വന്നാലും ചിലപ്പോൾ നമുക്ക് വേണ്ടായിരിക്കും. ഇതുപോലുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് കൊതി വരുമല്ലേ. പിന്നെ പുറത്തുനിന്ന് ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ലോകത്ത് ഒരിക്കലും ഇല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും ഇതിനൊക്കെ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ അല്ല, എവിടെ ചെന്നാലുള്ള പ്രത്യേകതയാണ്. ഇത് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ മൊത്തം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ഇടിയാണ് ഇത് വാങ്ങിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ പൈനാപ്പിൾ തന്നെ വാങ്ങിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കശ്മീർ ആദ്യം പറയാം എനിക്ക് വേണ്ട എനിക്ക് വേണ്ടെന്ന്. എന്നിട്ട് ഞാൻ വാങ്ങിക്കുമ്പോഴത്തേക്ക് എന്റെ എല്ലാം എടുത്ത് കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങള് ഇനി റോഡിൽ എത്താറായി. എന്താ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന കണ്ട, റോഡ് ഫുള്ള് വണ്ടികളാണ്. അത്രയ്ക്ക് തിരക്കുള്ള ഒരു ബീച്ചാണ്. ഇതാണ് നമ്മുടെ പിങ്ക് പോലീസ് ഇല്ലേ നാട്ടില്, അതുപോലത്തെ ഗോവയിലെ പിങ്ക് പോലീസാണ്. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് കാരണം ആരാണ്ടൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്താ കാര്യമൊന്നും അറിയത്തില്ല. ഒരു വണ്ടിയിൽ ഇതുപോലെ പിടിച്ച് അവരവിടെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് ഫോൺ ചെയ്തിട്ട് വേറെ പോലീസ് വണ്ടി വന്നേക്കുവാണ്. ലേഡീസ് ഒക്കെയാണ്. എന്തോ പ്രശ്നമാണ്. വണ്ടി തെറ്റിയാണോ അതോ വേറെ വല്ല ആണോന്ന് അറിയത്തില്ല. അപ്പൊ ലേഡീസിന്റെ ആണ് പ്രശ്നമെങ്കിൽ വനിതാ പോലീസ് തന്നെ വരണമല്ലോ. അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്നേക്കുവാണ് കേട്ടോ. അപ്പം നമ്മള് കാപ്പിയായി. അങ്ങനെ ബഗാ ബീച്ചൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങളുടെ കമന്റ് ആണ് ഞങ്ങളുടെ പ്രചോദനം. ഇത് കൊള്ളാവാ ഇഷ്ടപ്പെട്ടാന്ന് ഞങ്ങൾ അറിയണ്ടേ. അപ്പൊ എന്തെങ്കിലും മാറ്റം വരുത്താനാണ്. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സീ യു. ഇനി ഞങ്ങൾ പോവുകയാണ് കേട്ടോ അടുത്ത ബീച്ചിലേക്ക്. ഓക്കെ അല്ലേ? ബൈ ബൈ.